എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഷു റിലീസായി മലയാള ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്ത മരണമാസ്, ആലപ്പുഴ ജിങ്കാന, മമ്മൂക്കയുടെ ബസൂക്ക തുടങ്ങിയ ചിത്രത്തിന്റെ ആദ്യ ദിവസം വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ രണ്ടാം ദിവസം അഡ്വാൻസ് സെയിലിലൂടെ ആരാണ് മുമ്പിൽ നിൽക്കുന്നത്? ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ ബസൂക്ക തൂക്കിയപ്പോൾ രണ്ടാം ദിവസം ആരാണ് തൂക്കാൻ പോകുന്നത്? ഇത് സംബന്ധിച്ചുള്ള ഒരു കംപ്ലീറ്റ് അവലോകനമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വിഷു റിലീസായി തിയേറ്ററുകളിലെത്തിയ മമ്മൂക്ക ചിത്രം ബസൂക്ക, നസ്ലിൻ ചിത്രം ആലപ്പുഴ ജിങ്കാന, ബേസിൽ ജോസഫ് ചിത്രം മരണമാസ് തുടങ്ങിയ 3 സിനിമകൾ ആദ്യ ദിവസം ബുക്ക് മൈ ഷോയിലൂടെ, അതായത് റിലീസ് ദിവസമായ ഇന്നലെ ബുക്ക് മൈ ഷോയിലൂടെ 24 മണിക്കൂറുകൾ കൊണ്ട് വിറ്റുപോയ ടിക്കറ്റുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബുക്ക് മൈ ഷോയിലൂടെ ഇന്നലെ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റുപോയത് നസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ആലപ്പുഴ ജിങ്കാനയുടേതാണ്. 90,000 ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി BMSലൂടെ വിറ്റുപോയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തിയ ബസൂക്കയുമുണ്ട്. 89,000 ടിക്കറ്റുകളാണ് ബസൂക്കയുടെ പേരിൽ ഇന്നലെ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിരിക്കുന്നത്. മരണമാസ് ഇന്നലെ മാത്രം 34,000 ടിക്കറ്റുകൾ വിറ്റഴിച്ചു BMSലൂടെ. ആദ്യ ദിവസം ഏറ്റവും അധികം ലേറ്റ് നൈറ്റ് ഷോസ് കളിച്ചത് ബസൂക്കയാണ്. ഏകദേശം 125 മുകളിലുള്ള ലേറ്റ് നൈറ്റ് ഷോ ചിത്രം കേരളത്തിൽ ഇന്നലെ കളിച്ചിരുന്നു. പ്രേക്ഷക ഡിമാൻഡ് കൂടിയത് കൊണ്ട് തന്നെയാണ് ഇത്രയും ലേറ്റ് നൈറ്റ് ഷോ ബസൂക്കക്ക് ഇന്നലെ കളിക്കേണ്ടി വന്നത്. അതേസമയം റിലീസ് ദിവസമായ ഇന്നലെ ട്രാക്കിങ്ങിലൂടെ മാത്രം ഏറ്റവും അധികം കേരള കളക്ഷൻ നേടിയതും മമ്മൂക്കയുടെ ബസൂക്ക തന്നെയാണ്. ഇന്നലെ മാത്രം 3,31,00,000 രൂപയായിരുന്നു ചിത്രത്തിന്റെ ട്രാക്കിഡ് കേരള കളക്ഷൻ. രണ്ടാം സ്ഥാനത്തുള്ളത് ആലപ്പുഴ ജിങ്കാനയാണ്. 2,98,00,000 രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിഡ് കളക്ഷൻ ഇന്നലെ വന്നത്. മരണമാസിന്റെ നോക്കുമ്പോൾ 1 കോടി പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രാക്കിഡ് കളക്ഷൻ ഇന്നലെ. വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളിൽ ആരാണ് രണ്ടാം ദിവസം ഒന്നാമത് നിൽക്കുന്നത്? അഡ്വാൻസ് സെയിലിലൂടെ നമുക്ക് നോക്കാം. നിലവിൽ രണ്ടാം ദിവസത്തെ കേരള സെയിൽ അനുസരിച്ച് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ആലപ്പുഴ ജിങ്കാനയാണ്. ചിത്രത്തിന്റെ അഡ്വാൻസ് സെയിൽ ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ 91 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഇന്ന് ട്രാക്ക് ചെയ്തിരിക്കുന്നത് 790 ഷോകളാണ്. രണ്ടാം സ്ഥാനത്ത് ബസൂക്കയാണ്. 71 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് കേരള സെക്കൻഡ് ഡേ ബുക്കിംഗിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 759 ഷോകളാണ്. മൂന്നാം സ്ഥാനത്ത് ബേസിൽ ജോസഫ് ചിത്രം മരണമാസാണ്. 22 ലക്ഷം രൂപയാണ് അഡ്വാൻസ് സെയിലിലൂടെ രണ്ടാം ദിവസം ചിത്രത്തിന് നേടാൻ സാധിച്ചിരിക്കുന്നത്. ട്രാക്ക് ചെയ്തിരിക്കുന്ന ഷോ കൗണ്ടുകളുടെ എണ്ണം 492 ആണ്. ഇനി 3 സിനിമകളുടെയും ബുക്ക് മൈ ഷോ വോട്ടിംഗിലേക്ക് വരുമ്പോൾ, അതായത് റേറ്റിംഗിലേക്ക് വരുമ്പോൾ ആലപ്പുഴ ജിങ്കാനക്ക് 8.6 ആണ് റേറ്റിംഗ് വന്നിരിക്കുന്നത്. 2,400 പരം പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ബസൂക്കാകട്ടെ 8.1 ആണ് വോട്ടിംഗ് വന്നിരിക്കുന്നത്. 4,100 പരം പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. മരണമാസനാകട്ടെ ഏറ്റവും മികച്ച റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത്. 9 ആണ് റേറ്റിംഗ് വന്നിരിക്കുന്നത്. 1,200 പരം പേരാണ് ചിത്രത്തിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാം ദിവസം അഡ്വാൻസ് സെയിൽ കേരള ബോക്സ് ഓഫീസിൽ ആലപ്പുഴ ജിങ്കാനയാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിലും വരും മണിക്കൂറിൽ അത് എപ്പോ വേണമെങ്കിലും മാറാം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളുടെ രണ്ടാം ദിവസം ആര് ബോക്സ് ഓഫീസ് തൂക്കുമെന്ന് പ്രേക്ഷകർക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം.